ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജും കൂടിയാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക്, അതുപോലെ കൗൺസിലിംഗ് സെക്ഷൻ ആവശ്യമുള്ളവർക്ക്, ഹീലിംഗ് സെക്ഷൻ ആവശ്യമുള്ളവർക്കൊക്കെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ, ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഏസ് ഓഫ് വാൺസിൻ എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു ഗ്രോത്തിൻ്റെ കാർഡാണ്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ഗ്രോത്ത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പുതിയ ചേഞ്ച് ആയിരിക്കാം, ഒരു ന്യൂ ലൈഫ് ആയിരിക്കാം. അതുപോലെ ഇത് മാരേജ് പോസിബിലിറ്റീനെയും കൂടി കാണിച്ചു തരുന്നതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഒരു കറക്റ്റായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരണം, പുതിയ ബിഗിനിങ് വരണം. അതുപോലെ തന്നെ ഒരു ഗ്രോത്താണ്, ഒരു ന്യൂ ബിഗിനിങ് ഗ്രോത്താണ്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ്. കരിയർ ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ വ്യക്തി. അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചാലഞ്ചുകൾ നേരിടാൻ ഈ വ്യക്തി തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരു ന്യൂ ലൈഫ്, ഒരു ബിഗ് പിക്ചർ പോലെ ഇവർ കാണുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സ്വപ്നം കാണുക, ഡ്രീം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു വിഷൻസ് അവർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ കാഴ്ചപ്പാടും ഈ വ്യക്തിക്കുണ്ട്. റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറാണ് കൂടുതലും ഇവർ ചിന്തിക്കുന്നത്. ദ എംപറർ വന്നിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ളത് ഈ പേഴ്സൻ്റെ ആഗ്രഹമാണ്. മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, എന്തെങ്കിലും അധികാര പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതായത് നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും സ്വഭാവമോ, അല്ലെങ്കിൽ കൂടുതലും ഫീലിങ്സും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്ത സ്വഭാവമോ, കൂടുതലായിട്ടും ഒരു ഡിസിപ്ലിൻ ഓർഡറിൽ കൊണ്ടുപോകുന്നതോ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഒരു ഈക്വാലിറ്റിയിലേക്ക് വരണമെന്ന്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണിത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ അതായത് അത് അവരുടെ ആഗ്രഹമാണ്, പരസ്പരം റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആക്കുക എന്നുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾക്ക് മേ ബി നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കാം, അതല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ആയിരിക്കാം, ഒരു ക്യാരക്ടർ ആയിരിക്കാം അത്. 3 ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഫീലിങ്സ് ആണ്. അവർ സഫർ ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, ഡിവോഴ്സ്ഡ് ഒക്കെ ആണെങ്കിൽ അത് അവരെ പെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ പെയിൻ കൊടുക്കുന്നുണ്ട്, ഒരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥ കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വളരെ ഡിലേ ആയി പോവാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അപ്സെറ്റ് ആയി പോകുന്നുണ്ട്, വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അതായത് നല്ല രീതിക്ക് തന്നെ സഫർ ചെയ്യുന്നുണ്ട് സംടൈംസ് ഇവർ. അപ്പോൾ ആ ഒരു സമയത്ത് സഫർ ചെയ്യുമ്പം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും അവർക്ക് കറക്റ്റായിട്ടൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക് എനർജിയൊക്കെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അതായത് ഫീലിങ്സ് ആണ്, അവർക്ക് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണത്. ദാറ്റ് മീൻസ് നിങ്ങളുമായിട്ട് എനർജി കണക്റ്റ് ആവുക, ടെലിപ്പതിക്കലി ആയിരിക്കാം. നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ അവരുടെ കോണ്ടാക്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംടൈംസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഫീലിങ്സും കാര്യങ്ങളും ആ പേഴ്സൻ്റെ അടുത്ത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ആയി പോകുന്നതാണ്. മീൻസ് നിങ്ങളുടെ അതേ എനർജി ആ പേഴ്സണും വരുന്നതാണ്. ഇവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പേടിയില്ല. ഓക്കെ, പക്ഷേങ്കിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് കാരണം ഇവർക്ക് ചില ഡിസിഷൻസ് എടുത്തേ പറ്റത്തുള്ളൂ. ആക്ഷൻ എടുക്കാൻ പേടിയില്ല, പക്ഷെ അവരുടെ സിറ്റുവേഷൻസ് കാരണം അവർക്ക് ചില ആക്ഷൻസ് എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആ ആക്ഷൻസ് കാരണം നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വരുന്നുണ്ടാവുമായിരിക്കും. അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ കാരണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ കാരണം നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വരുന്നുണ്ടാവുമായിരിക്കും. എഗെയിൻ കൺഫർമേഷൻസ് 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഫൈറ്റിംഗ് നടക്കുന്നുണ്ടാവുമായിരിക്കും, ഈഗോസ് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിലേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്, ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പല കാര്യങ്ങളും ബാലൻസിലേക്ക് കൊണ്ടുവരൂ, ബാലൻസ് ചെയ്യൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യൂ. ഈ വ്യക്തിയുടെ അടുത്ത് ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യൂ എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആണ് മെയിൻലി വരുന്ന നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓവറായിട്ട് കാര്യം എന്താണോ അതിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് എന്തും അമിതമായിട്ടുണ്ടെങ്കിൽ അമൃതം വിഷമാണ്. സോ നിങ്ങൾ അതായത് ഓവറായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നത്, ഓവറായിട്ട് അട്രാക്ട് ചെയ്യുന്നതായിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾ ബാലൻസ്ഡ് അല്ലാതെ നിൽക്കുന്നത് അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഒരു സോൾവ് ആയി കിട്ടും, സക്സസിലേക്ക് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗൈഡൻസിൽ പലതും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു കംഫർട്ട് സോണിൽ എത്തും ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് കാണുന്നുണ്ട്. അതൊരു ഗൈഡൻസ് ആണ്. ഇനി നിങ്ങൾക്കുള്ള സോഡിയാക് സൈനുകൾ നോക്കാം. ടോറസ് വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, ലിയോ അഗെയിൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള സോഡിയാക് സൈനുകൾ ഇതാണ്. അപ്പം ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിലെ പോസിറ്റീവ് കാര്യം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.